ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിവാഹം വിരൂപമാക്കരുത് എന്ന ധ്യാനചിന്ത നമുക്ക് തുടരാം. ആരാണ് ഉത്തമ ഭർത്താവ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഭർത്താവ് വിരൂപനാകുന്നത് എപ്പോഴാണ്, ഉത്തമ ഭർത്താവാകുന്നതിൽ പരാജയം സംഭവിക്കുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരു ഭർത്താവിൻ്റെ കാര്യം ഭാര്യ സൂചിപ്പിച്ചത് ഇപ്രകാരമാണ്: എൻ്റെ ഭർത്താവ് വെള്ളം അടിക്കത്തില്ല, വീഞ്ഞു പോലും കുടിക്കത്തില്ല, പുക വലിക്കത്തില്ല, അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ഇതൊക്കെയാണ് പലപ്പോഴും അദ്ദേഹം ഉയർത്തി പിടിക്കാറുള്ളത്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ രജിസ്റ്റേർഡ് സ്കിന്ന് വേണം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ചില സംസാര രീതികൾ, ഭാര്യയെ ബഹുമാനിക്കാതെ കണ്ട് അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സർക്കാസ്റ്റിക് കമൻസ്. വെള്ളം അടിക്കുമല്ലോ, കള്ളു കുടിക്കുമെന്ന് ചോദിച്ചാവുന്നില്ല. പക്ഷേ അതൊന്നും വേണമെന്നില്ല ഒരു ഭർത്താവ് വിരൂപനാകാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാനും ചില കാര്യങ്ങൾ, ഭർത്താവ് വിരൂപനാകുന്നത് അല്ലെ ഒരു ഭർത്താവിനെ വിരൂപനാക്കുന്ന ചില കാര്യങ്ങൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഇംഗ്ലീഷിൽ സാഡിസം എന്ന് പറയും. അത് വേണമെങ്കിൽ ജീവിത പങ്കാളിയോട് കാണിക്കാം, മറ്റുള്ളവരോട് കാണിക്കാം. അങ്ങനെ ഉണ്ടായ പല സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാഡിസം ഒരു ഭർത്താവിൻ്റെ ആ ഒരു ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് നോർമലായിട്ടുള്ളൊരു ലൈംഗിക ബന്ധം പോലും താല്പര്യമില്ല. ഇനി അതിൻ്റെ പേരിൽ ഒരുപാട് വേദനിക്കേണ്ടി വന്ന ആ ഒരു ഭാര്യ, ഇയാളുടെ ആഗ്രഹം അനുസരിച്ചും ഇയാൾ പറയുന്ന അനുസരിച്ചും നിന്നു കൊടുക്കണം, അവർക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങൾക്കും. അത് സാഡിസമാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് സുഖിക്കുന്നത്. മറ്റൊരാളുടെ കാര്യം പറഞ്ഞ് അവർ ബെഡ്റൂമിലാണേലും സിഗരറ്റ് വലിച്ചിട്ട് ആ സിഗരറ്റിൻ്റെ കുറ്റി കൊണ്ട് ഭാര്യയുടെ തുടക്കമോ മേത്തോ ഒക്കെ കുത്തി പൊള്ളിക്കുന്ന ഒരവസ്ഥ. അതെല്ലാം സാഡിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു ഭർത്താവിന് യോജിച്ചതല്ല, അവനെ വിരൂപനാക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യമാണ് നിരീശ്വര ചിന്ത. എനിക്കറിയാം, ഒരു ഭാര്യ സൂചിപ്പിച്ചൊരു കാര്യം, എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിലൊന്ന് പോയി ഒരു കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ ഒരു സാഹചര്യം. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഭർത്താവിൻ്റെ പ്രശ്നം നിരീശ്വര ചിന്തയാണ്. എവിടെയാ ദൈവം, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ട് അതിൽ വേദനിക്കുന്ന ഭാര്യ. സങ്കീർത്തനം 14 ഒന്നാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു. മൂഢൻ, ദ ഫൂൾ സേ ദർ ഈസ് നോ ഗാഡ്. പറയുന്നുണ്ട്, നിരീശ്വര ചിന്തയല്ല നമുക്ക് വേണ്ടത്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവവിചാരമുള്ള എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യമാണ് ദുർമാതൃക. ഒരു ഭർത്താവിനെ വിരൂപനാക്കുന്ന കാര്യമാണ് ദുർമാതൃക. കുടുംബനാഥൻ കുടുംബാംഗങ്ങൾക്ക് മാതൃക നൽകുന്ന വ്യക്തിയായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിട്ടുണ്ട്. പാദസേവ, ശിഷ്യന്മാർക്ക് പാദസേവ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു മാതൃകയായിട്ട് നിങ്ങൾ എടുക്കുക, നിങ്ങളും ഇപ്രകാരം പാദസേവ ചെയ്യുന്നവരായിട്ട് മാറുക. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എത്ര ദൈവികമായിട്ട് മാറും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ ഇതിൻ്റെ വിപരീതം ദുർമാതൃക അത് നൽകുന്നവരെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദുർമാതൃക നൽകുന്നവർ അതിലും ഭേദം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ്. പറയുന്നുണ്ട്, മാതൃക നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യയോ ഭർത്താവോ ആരുമാകട്ടെ, അവർ ദുർമാതൃക നൽകരുത് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊന്നാണ് സംശയപ്രകൃതി. അകാരണമായിട്ട് ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചോദിച്ചു പിടിച്ച് വരുമ്പോൾ ഉള്ളിയുടെ തൊലി പൊളിച്ച പോലെയാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരുപാട് സംശയിച്ച് സംസാരിച്ച വ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ശരിക്കും ഭാര്യ ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിലോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ്. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്ത് പറയാനുള്ള ഒരവകാശം ഇല്ല. പ്രഭാഷകൻ 5:12 പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ വാ തുറക്കരുത്. അതാണ്
ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു നിർദ്ദേശം. മറ്റൊന്ന്, ഭർത്താവിനെ വിരൂപനാക്കുന്ന ഒരു കാര്യമാണ് വാക്ക് പാലിക്കാതിരിക്കുന്നത്. ചിലർ ഭർത്താവിനാണേലും മക്കൾക്കാണേലും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും. നമുക്ക് സിനിമയ്ക്ക് പോകാം, അല്ലെ നീ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിച്ചാൽ ഇന്നതൊക്കെ ചെയ്യും. അങ്ങനെ വർഷങ്ങളായിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിലൊന്നുപോലും ഇതുവരെ പാലിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭർത്താവിനോട് ഭാര്യയ്ക്കോ അങ്ങനെയുള്ള അപ്പനോട് മക്കൾക്കോ ഒരു ബഹുമാനം ഉണ്ടാകില്ല. അവർ ആ വ്യക്തിയെ വിലമതിക്കില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നാണ് വായാടിത്തം, ഓവർ ടോക്കിംഗ്. ചിലരെ കാണാച്ചായിരിക്കും സംസാരിക്കാൻ തുടങ്ങിയാൽ അവർക്ക് നിർത്താൻ പറ്റത്തില്ല. ഇനി അങ്ങനെ മിണ്ടേണ്ടിടത്തും നിശബ്ദരാകേണ്ടിടത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് നന്നല്ല. സുഭാഷിതങ്ങൾ 9:13, 10:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വായാടിത്തം ഭോഷത്വമാണ്. അപ്പോൾ അതുകൊണ്ട് ഓവർ ടോക്കിംഗ് ആണെങ്കിൽ നമ്മൾ പല ഭോഷത്വവും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടും എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊന്നാണ് സ്വാർത്ഥ സ്നേഹം. ഒരു ഭർത്താവാണേലും ഭാര്യയാണേലും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമയായിട്ട് മാറണം. യോഹന്നാൻ 3:30 പറഞ്ഞിട്ടുണ്ട്, അവൻ വളരണം, ഞാൻ കുറയണം. ആ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. അവസാനമായിട്ട് അവിഹിത ബന്ധം, ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അവിഹിത ബന്ധം ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കാണിക്കാവുന്ന ഏറ്റവും നികൃഷ്ട പ്രവൃത്തിയാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭർത്താക്കന്മാർ ജീവിതം മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഭാര്യമാർ ഭർത്താവ് ജീവിതം മാറ്റാനുള്ള കൃപ അവർക്ക് ലഭിക്കുവാൻ അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.